ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ചെയ്യുന്നത് പാലക്ക് ദോശയാണ് കേട്ടോ. പാലക്ക് ദോശയെന്നോ ഊത്തപ്പം എന്നോ സ്പിനാച്ച് ദോശയെന്നോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. ചുമ്മാ ഒരു ഹെൽത്തി വേർഷൻ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ദോശമാവാണ് കേട്ടോ. ആവശ്യത്തിന് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ശകലം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള അരച്ച് വെച്ചേക്കുന്ന ദോശമാവിനകത്തോട്ട് പാലക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് ഇത് അരച്ച് വെക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആയിട്ട് ഇടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. പാലക്ക് നമ്മുടെ വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇത് ചെയ്യുക, ബോയിൽ ചെയ്യുക. അതിനുശേഷം ഐസ് വെള്ളത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അകത്തുനിന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അത് വീഡിയോ വേണമെന്നാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറേ ഇപ്പോൾ ഫ്രീസറിൽ വേണേൽ നമുക്ക് ക്യൂബാക്കിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഫ്രീസറിൽ ക്യൂബായിട്ട് വെക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടയ്ക്ക് ഓരോന്ന് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് അരച്ച് മെനക്കെടുകയും വേണ്ട. ഒരാഴ്ച 10 ദിവസത്തേക്കിനൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ദോശയും അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി വെർഷൻ ആവുകയും ചെയ്യും. നമുക്ക് വലിയ പ്രയാസമില്ലാണ്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി, ഉള്ളി, ഇത് രണ്ടും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു സ്ലൈസറാണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്പീഡുള്ള ആൾക്കാർക്ക് സ്പീഡിൽ ചെയ്യാം കേട്ടോ. എനിക്ക് അത്ര കണ്ട് സ്പീഡ് അരിയുന്ന ടൈമിൽ തന്നെയല്ല, ചെറുതായിട്ട് അരിയേണ്ടത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇല്ലെന്നാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ചെറിയ ഇതാക്കിയിട്ട് ഊത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ലെവലുണ്ടല്ലോ, അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പരുവത്തിലായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് ആഡ് ചെയ്യുക. നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്താൽ മതി. ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ശകലം വേണ്ടിയ ആൾക്കാർക്ക് ഉപ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ചേർക്കേണ്ട ആൾക്കാർക്ക് പച്ചമുളക് ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കുറച്ച് എരി വേണം എന്ന് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ ശകലം ഉപ്പിടുന്നുണ്ട്. അത് ഓൾറെഡി ദോശമാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇത്രയും നമ്മൾ പച്ചക്കറി, തക്കാളിയും ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോൺ സ്റ്റിക്കിൻ്റെ ഇതാണ്, നമുക്കത്ര ആകേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ദോശയിൽ ഇതാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം നെയ്യ് തൂകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദോശ ഇങ്ങനെ ഇത് ചെയ്തെടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിന് ഇതുപോലൊക്കെ നമ്മൾ കടലമാവ് വെച്ചിട്ട് ചീല ഉണ്ടാക്കും കേട്ടോ. നമുക്കിതിനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. നമ്മളിത് നമ്മുടേതായ സ്റ്റൈലിൽ ഊത്തപ്പം എന്ന് പറയുന്നതാണ്. ഊത്തപ്പത്തിന് പ്രോപ്പർ ഊത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ പാലക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് പകരം, അതായത് ദോശ മാവിനുള്ളിൽ ഈ ടൊമാറ്റോയും ഇതും മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചിടുക. നമ്മുടെ പാലക് ദോശ റെഡിയാവും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെർഷനാണ് കേട്ടോ. രാവിലെയൊക്കെ പെട്ടെന്ന് ഇതൊന്ന് അരച്ച് വെച്ച് ജസ്റ്റ് ഒരു ടൊമാറ്റോയും ഇതും അരിയുന്ന ഒരു താമസമേ ഉള്ളൂ. കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട. അന്നേരം നമുക്ക് ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്കിത്
ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെജും കാര്യങ്ങളും ചെല്ലുകയും ചെയ്യും. ചീരയൊക്കെ അരച്ചു കൊടുത്താൽ ചിലപ്പം ചീരയൊക്കെ നേരെ കൊടുത്താൽ ചില കുഞ്ഞുങ്ങൾ കഴിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെ മടിയുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അരച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊന്ന് പാകത്തിനാവുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് വേവാകുന്ന ഇതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, പെട്ടെന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു കോക്കനട്ട് ചട്ടിയോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ അച്ചാറോ കറി എന്തെങ്കിലും വീട്ടിലുള്ളതോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കൂ, എന്നിട്ട് കമൻറ്റിൽ പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ശുഭരാത്രി. ബൈ.